മലപ്പുറം ജില്ലയിൽ 30 വീടാണ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 10 വീട് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഈ ഒരു വർഷത്തിനുള്ളിൽ 30 വീട് ഞങ്ങൾ നൽകും. വ്യാപാരികളുടെ ഇടയിൽ വീടില്ലാത്തൊരു വ്യാപാരിക്ക് ഒരു വീട് കിട്ടുക എന്നുള്ളത് അവരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ സംഘടനാ പ്രതിനിധികൾക്ക് നിർമ്മിച്ചു നൽകുന്ന ടി നസറുദ്ദീൻ സ്മാരക സ്നേഹവീടിന്റെ കട്ടിൽവെക്കൽ കർമ്മം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി കട്ടിൽവെക്കൽ കർമ്മം നിർവഹിച്ചു. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി സംസ്ഥാനത്ത് മുൻപന്തിയിലെത്തി നിൽക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി. വ്യാപാരികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ മാത്രമല്ല, സാധാരണക്കാരുടെ ഏതൊരു പ്രശ്നങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സംഘടനാ ഭാരവാഹികൾ ശ്രമിച്ചിട്ടുണ്ട്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ മണ്ഡലത്തിലെ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി വീണ്ടും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്നേഹവീട് പദ്ധതിയിലൂടെ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അന്തരിച്ച നേതാവ് ടി നസറുദ്ദീന്റെ ഓർമ്മയ്ക്കായാണ് നിരാലംബരായ പ്രതിനിധികൾക്കുള്ള സ്നേഹവീട് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇതിലൂടെ പാവപ്പെട്ട അംഗങ്ങൾക്ക് ഒരു കൈത്താങ്ങായി മാറുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി. പട്ടിക്കാട് യൂണിറ്റിലെ നിർധനയായ വനിതാ മെമ്പർക്ക് നിർമ്മിച്ചു നൽകുന്ന നസറുദ്ദീൻ സ്മാരക സ്നേഹവീടിന്റെ കട്ടിലവെക്കൽ കർമ്മം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിൽ 30 വീടുകളാണ് നിർമ്മിച്ചു നൽകേണ്ടത്. 10 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും വീടില്ലാത്ത വ്യാപാരികളുടെ സ്വപ്നം പൂർത്തീകരിച്ചു നൽകാനായാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതെന്നും പി കുഞ്ഞാവു ഹാജി പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ 30 വീടാണ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 10 വീട് ഓപ്പൺ ചെയ്തു. ഒരു വീട് നാളെ ഓപ്പൺ ചെയ്യും. ബാക്കി ഒരാഴ്ചയിൽ തന്നെ വേറെ 1-2 കൂടി ഓപ്പൺ ചെയ്യാനുണ്ട്. അങ്ങനെ ഈ ഒരു വർഷത്തിനുള്ളിൽ 30 വീട് ഞങ്ങൾ നൽകും. 16 വീടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് കൊടുക്കാൻ. 16 മണ്ഡലത്തിൽ ഒരു വീട്, ഒരു മണ്ഡലത്തിൽ ഒരു വീട് എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ അത് നമുക്ക് വ്യത്യസ്തമായി സ്വയം യൂണിറ്റുകൾ ഞങ്ങൾ തന്നെ ഒന്നെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ പല യൂണിറ്റുകളും അവർ സ്വന്തം ചെലവിൽ തന്നെ ഇതിനു വേണ്ടി വീടുകൾ എടുക്കുകയും അങ്ങനെയെല്ലാം കൂടി ചേർന്നപ്പോഴാണ് 30 വീടായി മാറിയത്. അത് വളരെ ഭംഗിയായി നടക്കുന്നു. വ്യാപാരികളുടെ ഇടയിൽ വീടില്ലാത്തൊരു വ്യാപാരിക്ക് ഒരു വീട് കിട്ടുക എന്നുള്ളത് അവരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ചടങ്ങിൽ പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മുസോ, ജില്ലാ സെക്രട്ടറി എർബാദ് അസീസ്, മണ്ഡലം സെക്രട്ടറി മനോജ് മേലാറ്റൂർ, ട്രഷറർ സമദ് ചോക്ലേറ്റ്, മുബഷിർ, PK സൈദലവി, ഹനീഫ മേലാറ്റൂർ, സനോജ് ബാബു, അബ്ദുൽ ലത്തീഫ്, അസൈനാർ, അബ്ദുറഹ്മാൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി മുൻകാല യൂണിറ്റ് പ്രസിഡന്റായിരുന്ന മൊയ്തുട്ടിമാൻ ഹാജി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജമീല ഇസുദ്ദീൻ, അഷ്റഫ് വാഴക്കോട്, മമ്മിക്കുട്ടി, അബ്ദുൽ ലത്തീഫ് എന്ന മുത്തു, മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം, സ്മാർട്ട് ഫോൺ ടെക്നോളജി, ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ഇൻവെർട്ടർ, AC ആൻഡ് റെഫ്രിജറേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ടെക്നീഷ്യൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, PSC അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകൾ.